വീണ്ടും ന്യൂസ് മോർണിംഗിലേക്കാണ്. അപ്പോൾ ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടത് ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം പുറത്തുവരുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതായും കേന്ദ്രം അറിയിച്ചു. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. റഷീദ്, അപ്പോൾ ഇറാൻ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും 6 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവരുന്നു. അതിലെന്താണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം? ഒരാശങ്ക രേഖപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും നടപടികൾ ഉണ്ടാകുന്നു? നിലവിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇറാൻ എംബസിയുമായും അതോടൊപ്പം തന്നെ ഇറാനിന്റെ മറ്റു ഔദ്യോഗിക സംവിധാനങ്ങളുമായി ബന്ധപ്പെടുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹോർമൂസിലുണ്ടായിട്ടുള്ള ഇറാന്റെ ആക്രമണത്തിൽ വലിയ ആശങ്കയുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും നിരവധി ഇന്ത്യക്കാർ ഇതിനോടകം തന്നെ വിവിധ കപ്പലുകളിലായി ഇവിടെ കുടുങ്ങിക്കിടക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരുടെ സുരക്ഷിതമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും ആരംഭിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇറാനുമായി കൂടുതൽ ആശയവിനിമയം നടത്തുകയും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അപലപനമടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു കടുത്ത ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിലയിരുത്തുകയാണ്. നിരവധി ഉദ്യോഗസ്ഥരുമായി ഇതിനോടകം തന്നെ ആശയവിനിമയം നടത്താനുള്ള നിർദ്ദേശം ഇറാനിലെ ഇന്ത്യൻ എംബസിക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി തന്നെ ഇത് വീക്ഷിക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പുകൾ ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, അപ്പോൾ എന്തായാലും നിലവിലൊരാശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്.